ഭാഗം 1, പുസ്തകം 1, അധ്യായം 3. ദൈവദൂതന്മാരുടെ സൃഷ്ടിയും ലൂസിഫറിന്റെ പതനവും. സകലത്തെയും സൃഷ്ടിച്ച ദൈവമാണ് സകലത്തിന്റെയും മൂലകാരണം. അവിടുത്തെ ശക്തമായ കരത്താൽ അത്ഭുത കാര്യങ്ങൾ വെളിപ്പെടുന്നു, സംഭവ്യമാകുന്നു. സൃഷ്ടിയുടെ ആരംഭവും തുടർച്ചയും ഉൽപ്പത്തി പുസ്തകത്തിൽ വിവരിക്കുന്നു. അതിനെ സംബന്ധിച്ച അറിവ് കർത്താവ് എനിക്ക് സമ്മാനിച്ചതിനാൽ മനുഷ്യാവതാരത്തിന്റെയും നമ്മുടെ വിമോചനത്തിന്റെയും രഹസ്യ ഉൽപ്പത്തിയെപ്പറ്റി വിവരിക്കുന്നതിന് ഉപയോഗയോഗ്യമായതു മാത്രം ഞാൻ പ്രസ്താവിക്കാം. ഉൽപ്പത്തി പുസ്തകത്തിലെ ആദ്യ അധ്യായത്തിലെ വാക്യങ്ങൾ ഇങ്ങനെയാണ്: ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. ഭൂമി രൂപരഹിതവും ശൂന്യവുമായിരുന്നു. ആഴത്തിനു മുകളിൽ അന്ധകാരം വ്യാപിച്ചിരുന്നു. ദൈവത്തിന്റെ ചൈതന്യം വെള്ളത്തിനു മീതെ ചലിച്ചുകൊണ്ടിരുന്നു. ദൈവം അരുളിച്ചെയ്തു, വെളിച്ചം ഉണ്ടാകട്ടെ. വെളിച്ചം ഉണ്ടായി. വെളിച്ചം നല്ലതെന്ന് ദൈവം കണ്ടു. അവിടുന്ന് വെളിച്ചത്തെ ഇരുളിൽ നിന്ന് വേർതിരിച്ചു. വെളിച്ചത്തിന് പകലെന്നും ഇരുളിന് രാത്രിയെന്നും പേരിട്ടു. സന്ധ്യയായി പ്രഭാതമായി 1-ാം ദിവസം. 1-ാമത്തെ ദിവസത്തെക്കുറിച്ച് പറയുന്നു: ഭൂമിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചുവെന്ന് അവിടുത്തെ ദൂതന്മാർക്കും വാനവർക്കും വേണ്ടി ആകാശത്തെയും മർത്യർക്ക് തീർത്ഥയാത്രയ്ക്കു വേണ്ട സ്ഥലമായി ഭൂമിയെയും സൃഷ്ടിച്ചു. ഈ സ്ഥലങ്ങൾ പരിപൂർണവും വാസയോഗ്യവുമായിരുന്നു. അവിടുത്തെ സൃഷ്ടിയെപ്പറ്റി ദാവീദ് രാജാവ് ഇങ്ങനെ പറയുന്നു: ആകാശം ദൈവത്തിന്റെ മഹത്വം പ്രഘോഷിക്കുന്നു. വാനവിതാനം അവിടുത്തെ കരവേലയെ വിളംബരം ചെയ്യുന്നു. മാലാഖമാർ അത്യുന്നത സ്വർഗത്തിൽ കൃപയുടെ സന്നിധിയിൽ സൃഷ്ടിക്കപ്പെട്ടു. മഹത്വത്തിന്റെ ഫലങ്ങൾ സ്വീകരിക്കാൻ ഏറ്റവും യോഗ്യരും പ്രാധാന്യം ഉള്ളവരുമാണ് മാലാഖമാർ. എന്തെന്നാൽ മാലാഖമാർ മഹത്വത്തിന്റെ മധ്യേ ആയിരുന്നെങ്കിലും ദൈവകൽപ്പനകൾ അനുസരിക്കുക വഴി ദൈവമഹത്വം വെളിപ്പെടാനുള്ള യോഗ്യത അവർ തേടേണ്ടിയിരുന്നു. പരിശുദ്ധരായ മാലാഖമാരുടെയും ദുർവൃത്തരായ മാലാഖമാരുടെയും പരീക്ഷണ കാലഘട്ടം വളരെ കുറച്ചു സമയം മാത്രമായിരുന്നു. എന്തെന്നാൽ ദൈവിക ജ്ഞാനമനുസരിച്ച് മാലാഖമാരുടെ സൃഷ്ടിക്കാര്യം പരീക്ഷണ നിരീക്ഷണ ഘട്ടം, പരീക്ഷണ ഫലം എന്നീ 3 വിവിധങ്ങളായ ഘട്ടങ്ങളിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അവയ്ക്കു മധ്യേ 3 ചെറിയ ഇടവേളകളുണ്ട് എന്ന് മാത്രം. ആദ്യ ക്ഷണത്തിൽ മാലാഖമാരെല്ലാം സൃഷ്ടിക്കപ്പെടുകയും കൃപകളും അനുഗ്രഹങ്ങളും സൗന്ദര്യവും സമ്പൂർണതയും നിറഞ്ഞ സൃഷ്ടികളായി അവരോധിക്കപ്പെടുകയും ചെയ്തു. ഇതിനുശേഷം ഉണ്ടായ ചെറിയ ഇടവേളയിൽ അവർ സൃഷ്ടിക്കപ്പെട്ടതിന്റെ ലക്ഷ്യവും കാരണവുമായ കർമ്മം നിർവഹിക്കാൻ ദൈവം അവരോട് ആവശ്യപ്പെട്ടു. ദൈവത്തെ തങ്ങളുടെ സ്രഷ്ടാവും കർത്താവുമായി അംഗീകരിക്കാനും ആരാധിക്കാനും അവിടുന്ന് അവരോട് ആജ്ഞാപിച്ചു. ഈ ഇടവേളയിലാണ് വിശുദ്ധ യോഹന്നാൻ വെളിപാടിന്റെ 12-ാം അധ്യായത്തിൽ പ്രസ്താവിച്ചിരിക്കുന്ന സാത്താനും അവന്റെ അനുയായികളുമായി വിശുദ്ധ മിഖായേലും അദ്ദേഹത്തിന്റെ ദൂതന്മാരും നടത്തിയ അതിഭയങ്കരമായ യുദ്ധം നടന്നത്. കൃപയിൽ നിലകൊണ്ട വിശുദ്ധരായ മാലാഖമാർ ശാശ്വത സന്തോഷം സ്വന്തമാക്കി. ദൈവത്തെ വെല്ലുവിളിച്ച് അനുസരണക്കേട് കാണിച്ചവർ ഇപ്പോഴും അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ദൈവശിക്ഷയ്ക്ക് കാരണമാകുകയും ചെയ്തു. ആദ്യം ദൈവത്തിന്റെ അന്തസത്തയെക്കുറിച്ച് വിശാലമായ ജ്ഞാനം മാലാഖമാർക്ക് ലഭിക്കപ്പെട്ടു. ഏകനും തന്നിൽ തന്നെ 3 വ്യക്തിത്വങ്ങളുള്ളവനും സത്തയിലും വിശേഷണങ്ങളിലും അനന്തനുമായ ദൈവം. ഈ ദൈവത്തെ സ്രഷ്ടാവും കർത്താവുമായി ആരാധിക്കാനും പൂജിക്കാനും മഹത്വപ്പെടുത്താനും ദൈവം അവരോട് ആജ്ഞാപിച്ചു. ദൈവചിന്തയും ഭയവും ഉള്ള നീതിയുടെ മാലാഖമാർ പൂർണ്ണ സ്നേഹത്തോടും പൂർണ്ണ മനസ്സോടും സമ്മതത്തോടും കൂടി ദൈവാജ്ഞ അനുസരിച്ചു. അവരുടെ ജ്ഞാനത്തിലും കവിഞ്ഞുള്ള കാര്യങ്ങളെ അംഗീകരിക്കാനും സന്തോഷത്തോടെ അനുസരിക്കാനും അവർക്ക് സാധിച്ചു. എന്നാൽ ലൂസിഫർ തന്റെ ദൈവശക്തിയോട് എതിർത്തു ജയിക്കാൻ സാധിക്കാത്തതുകൊണ്ട് മാത്രമാണ് ദൈവാജ്ഞയ്ക്ക് കീഴ്പ്പെട്ടത്. ഹൃദയശുദ്ധിയോ എളിമയോ അവനിൽ ഉണ്ടായിരുന്നില്ല. എന്തെന്നാൽ അവന്റെ ഹൃദയത്തിൽ നിത്യസത്യമായ കർത്താവിനേക്കാൾ വലുത് അവന്റെ സ്വാർത്ഥതയായിരുന്നു. തൽഫലമായി ദൈവാജ്ഞ പാലിക്കുക എന്നത് അവന് ദുഷ്കരമായി ഭവിച്ചു. അവന്റെ കൃത്യനിർവഹണത്തിൽ ഭക്തിയും നീതിക്കു വേണ്ടിയുള്ള ആഗ്രഹവും കുറവായിരുന്നു. ദൈവകൽപ്പന പാലിക്കുന്നതിൽ മന്ദതയും ഉദാസീനതയും അവൻ പ്രകടിപ്പിക്കാൻ തുടങ്ങി. അതുവഴി ദൈവകൃപ പൂർണ്ണമായി അവനെ വിട്ടുപോയില്ലെങ്കിലും സൃഷ്ടിവിരുദ്ധവും മോശവുമായ സ്വഭാവം അവനിൽ പ്രകടമാകാൻ തുടങ്ങി. അതോടെ സ്വാഭാവികമായി അവനിൽ പ്രകാശിക്കേണ്ടിയിരുന്ന ദൈവിക സമ്പൂർണത നിലച്ചു. അതുവഴി അവൻ തനിയെ പാപത്തിന് ദുരന്തഫലം ഏറ്റുവാങ്ങാൻ കാരണമാവുകയായിരുന്നു. രണ്ടാമതായി തങ്ങളെക്കാൾ താഴ്ന്നവരും എന്നാൽ വിവേകവും ബുദ്ധിയുമുള്ള മനുഷ്യ സ്വഭാവത്തെ സൃഷ്ടിക്കാൻ ദൈവം തീരുമാനിച്ചിരിക്കുന്നതായി മാലാഖമാരെ അറിയിച്ചു. സൃഷ്ടിക്കപ്പെടാൻ പോകുന്ന ഈ മനുഷ്യരും ദൈവത്തെ തങ്ങളുടെ സൃഷ്ടാവായി ഭയഭക്തികളോടെ ആരാധിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യേണ്ടതാണ്.
അതുവഴി അവർ വളരെയധികം കൃപയ്ക്ക് പാത്രീഭൂതരാവുകയും ചെയ്യും. കൂടാതെ വളരെ പ്രധാനമായ ഒരു വിവരം കൂടി അവർക്ക് ലഭിക്കപ്പെട്ടു. പരിശുദ്ധ ത്രിത്വത്തിലെ രണ്ടാമത്തെ ആൾ മാംസരൂപം ധരിച്ച് മനുഷ്യ സ്വഭാവത്തിൽ അവതരിക്കുകയും സകല മാനവരെയും ദൈവവുമായി ഐക്യപ്പെടുത്തുകയും ചെയ്യും. അങ്ങനെ സകല മനുഷ്യരും അവിടുത്തെ തങ്ങളുടെ രാജാവായി അംഗീകരിക്കുകയും ദൈവവും മനുഷ്യനുമായി ദർശിച്ച് പൂജിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യും. മാത്രവുമല്ല, ഈ മാലാഖമാർ അവിടുത്തേക്കാൾ പ്രാഭവത്തിലും വൈഭവത്തിലും താഴ്ന്നവരും അവിടുത്തെ സേവകർ ആയിത്തീരുകയും ചെയ്യും. അവർക്ക് ലഭിച്ച വ്യക്തമായ ഈ അറിവിലൂടെ ഇപ്പോൾ ലഭിച്ചിരിക്കുന്ന സകല കൃപകളുടെയും ഇനി ലഭിക്കാനിരിക്കുന്ന മഹത്വങ്ങളുടെയും കലവറ അവിടുന്നാണ് എന്ന് അവർക്ക് വെളിവാക്കപ്പെട്ടു. തങ്ങളും സകല സൃഷ്ടികളും ഉത്ഭവിക്കപ്പെട്ടത് അവിടുത്തെ മഹത്വത്തിനു വേണ്ടിയാണെന്നും അവിടുന്ന് സകലത്തിന്റെയും രാജാവും ഉടയവനുമാണെന്നും അവർക്ക് വ്യക്തമായ അറിവ് ലഭിച്ചു. ദൈവത്തെ അറിയാൻ കഴിയുന്നവരെല്ലാം ദൈവപുത്രന്റെ ജനതയായിരിക്കും. അവർ അവിടുത്തെ തങ്ങളുടെ രാജാവും കർത്താവുമായി അംഗീകരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യും. ഈ കൽപ്പനകളെല്ലാം മാലാഖമാർക്ക് ലഭിച്ചു. വിശുദ്ധരും അനുസരണയുള്ളവരുമായ എല്ലാ മാലാഖമാരും ഈ കൽപ്പന ലഭിച്ചയുടനെ അവ അനുസരിച്ചു. എന്നാൽ അസൂയയും ഗർവും നിറഞ്ഞ ലൂസിഫറും അനുയായികളും ദൈവകൽപ്പനയെ ധിക്കരിച്ചു. ക്രൂരനും ദുർവൃത്തനുമായ ഈ രാജകുമാരൻ ക്രിസ്തുവിനെതിരെ സ്വന്തമായി സ്വതന്ത്രമായ ഒരു രാജ്യം കെട്ടിപ്പടുക്കുമെന്നും അവിടെ താൻ അവരുടെ രാജാവായിരിക്കുമെന്നും തന്റെ അനുയായികൾക്ക് ഉറപ്പുകൊടുത്തു. അവനിലെ അസൂയയും അന്ധതയും ഗർവും അനേകം മാലാഖമാരുടെ വിനാശത്തിന് കാരണമായി. അപ്പോഴാണ് വിശുദ്ധ യോഹന്നാൻ വിവരിക്കുന്ന ഭയങ്കര യുദ്ധം സ്വർഗത്തിൽ സംഭവിച്ചത്. വെളിപാട് 12. വിധേയത്വമുള്ള വിശുദ്ധ ദൂതന്മാർ സർവേശ്വരന്റെ മഹത്വവും മനുഷ്യാവതാരത്തിന്റെ ബഹുമാനവും ഉയർത്തിപ്പിടിക്കുന്നതിനുള്ള ശക്തമായ ആഗ്രഹത്താൽ വ്യാളിയെ എതിർക്കാനുള്ള അനുവാദം ചോദിച്ചു. ഇതെല്ലാം ദൈവേഷ്ടപ്രകാരം സംഭവിച്ചതിനാൽ അത് നൽകുകയും ചെയ്തു. എന്നാൽ ഈ സംഭവങ്ങൾക്കിടയിൽ മറ്റൊരു രഹസ്യം കൂടി ഉണ്ടായിരുന്നു. മാംസമാകുന്ന വചനത്തെ ബഹുമാനിക്കണമെന്നും സേവിക്കണമെന്നും കൽപ്പിക്കപ്പെട്ട അതേ ക്ഷണത്തിൽ തന്നെ മറ്റൊരു കൽപ്പന കൂടി നൽകപ്പെട്ടു. ദൈവത്തിന്റെ ഏകജാതന് ജന്മം മനുഷ്യരൂപം നൽകുന്ന സ്ത്രീയും പരിശുദ്ധയും പരിപാവനയും ആകിയാൽ പുത്രന് സദൃശ്യമായ സകല ബഹുമാനങ്ങളും ഈ മാതാവിന് നൽകണമെന്നും ഈ സ്ത്രീ സകല സൃഷ്ടിജാലങ്ങൾക്കും രാജ്ഞിയും അധികാരിയും ആയിരിക്കുമെന്നുമാണത്. സ്രഷ്ടാവിന്റെ അത്ഭുത മഹിമകളെ മനസ്സിലാക്കിയ മാലാഖമാർ കൂടുതൽ എളിമയോടെയും ഹൃദയവിശുദ്ധിയോടെയും അവിടുത്തെ കൽപ്പന അനുസരിച്ചപ്പോൾ ലൂസിഫറും അനുയായികളും കൂടുതൽ ഗർവും അസൂയയും സ്വാർത്ഥതയും പ്രകടിപ്പിച്ചു. അവൻ മാനവകുലത്തിന്റെയും മാലാഖ വ്യൂഹങ്ങളുടെയും തലവനാകാൻ മോഹിച്ചു. സൃഷ്ടിക്കും സ്രഷ്ടാവിനും മധ്യേ എന്തെങ്കിലും ഐക്യമുണ്ടെങ്കിൽ അത് താൻ മൂലമാകണമെന്നും തന്നിൽ കേന്ദ്രീകൃതമാകണമെന്നും അവൻ അത്യധികം ആഗ്രഹിച്ചു. മാംസമാകുന്ന വചനത്തിന്റെ മാതാവും നമ്മുടെ രാജ്ഞിയുമായ പരിശുദ്ധ കന്യകയ്ക്ക് താൻ കീഴ്പ്പെടണമെന്നുമുള്ള ദൈവകൽപ്പനയെ ലൂസിഫർ ഏറ്റവും ഹീനമായ ദൈവനിന്ദയോടെ എതിർത്തു. അത്യുന്നത മഹത്വങ്ങളുടെയും സകല അത്ഭുതങ്ങളുടെയും കർത്താവിനു നേരെ അവന്റെ ക്രോധം ജ്വലിച്ചു. മറ്റു മാലാഖമാർക്ക് അവൻ ഇപ്രകാരം ഉപദേശം നൽകി: ഈ കൽപ്പനകൾ അനീതി നിറഞ്ഞതും എന്റെ മഹത്വത്തിന് ഭംഗം ഏൽപ്പിക്കുന്നവയുമാണ്. കർത്താവായ ദൈവം ഇത്രമാത്രം സ്നേഹിക്കുകയും അനുകൂലിക്കുകയും ചെയ്യുന്ന മനുഷ്യകുലത്തെ ഞാൻ ഹിംസിക്കും, നശിപ്പിക്കും. എന്റെ രൂക്ഷമായ ശക്തികൾ മുഴുവൻ ഞാൻ ഇതിനുവേണ്ടി മാത്രം കേന്ദ്രീകരിക്കും. വചനത്തിന്റെ മാതാവാകുന്ന ഈ സ്ത്രീയെ നീ ഉപവിഷ്ടയാകാൻ അഭിലഷിക്കുന്ന സ്ഥാനത്തു നിന്ന് ഞാൻ വലിച്ചെറിയും. അങ്ങനെ നീ വിഭാവനം ചെയ്ത പദ്ധതികൾ എന്റെ കരങ്ങളിൽ വന്നുചേരും. ഈ പൊങ്ങച്ചവും ധിക്കാരവും ദൈവനിന്ദയും കാരണം ഉഗ്രകോപം പൂണ്ട കർത്താവ് ഇപ്രകാരം പ്രതിവചിച്ചു: നീ ബഹുമാനിക്കാൻ വിസമ്മതിച്ച ഈ സ്ത്രീ നിന്റെ തല തകർക്കും. ഉൽപ്പത്തി 3:15. അവൾ മൂലം നീ ഉന്മൂലനം ചെയ്യപ്പെടുകയും പരാജയപ്പെടുകയും ചെയ്യും. നിന്റെ അസൂയ നിമിത്തം മരണം ലോകത്തിൽ പ്രവേശിച്ചെങ്കിൽ ജ്ഞാനം 2:24. ഈ സ്ത്രീയുടെ എളിമ നിമിത്തം മർത്യരുടെ ജീവനും രക്ഷയും സാധിക്കും. ഈ അമ്മയുടെയും സ്ത്രീ അവളുടെ പുത്രന്റെയും പുരുഷൻ സ്വഭാവത്തോട് സമാനതയുള്ളവർക്ക് നീ നഷ്ടപ്പെടുത്തിയ അധികാരങ്ങളും അനുഗ്രഹങ്ങളും ഞാൻ പ്രസാദിച്ചു നൽകും. ഇപ്രകാരമാണ് ദൈവത്തിരുമനസ്സെന്ന് മനസ്സിലായപ്പോൾ കോപത്താൽ ജ്വലിച്ച വ്യാളി ഗർവോടെ ധിക്കാരം പറയുകയും മാനവകുലത്തിന് സർവനാശം വരുത്തുമെന്ന് ഭീഷണിപ്പെടുത്തുകയും ചെയ്തു. സർവേശ്വരൻ ഇതിനാൽ അവനോടും അവന്റെ പക്ഷക്കാരോടും കോപിച്ചു. ഇവ ദർശിച്ച വിശുദ്ധരായ മാലാഖമാർ തെളിവ്, ന്യായം, സത്യം എന്നിവ ആയുധങ്ങളാക്കി അവരോട് പോരാടി. ഈ പ്രതിസന്ധിയുടെ സമയത്ത് അത്യുന്നത സർവേശ്വരൻ മറ്റൊരു അത്ഭുതം കൂടി പ്രവർത്തിച്ചു.
സ്നേഹത്തിൽ ഒന്നായിരിക്കുന്ന പരിശുദ്ധ ത്രിത്വത്തിന്റെ പരമരഹസ്യത്തെക്കുറിച്ച് ആവശ്യം വ്യക്തമായ അറിവ് നൽകിയതിനു ശേഷം ഒരു കാൽപ്പനിക ദർശനത്താൽ ദൈവം അവർക്ക് പരിശുദ്ധ കന്യകയുടെ ചിത്രം കാണിച്ചു കൊടുത്തു. സകല സൃഷ്ടികളുടെയും കാൾ പരിപൂർണയായ ഈ സ്ത്രീയുടെ മനുഷ്യ സ്വഭാവത്തിന് സമ്പൂർണത ഈ ചിത്രത്തിലൂടെ അവർക്ക് വെളിവാക്കപ്പെട്ടു. എന്തെന്നാൽ ദൈവം തന്റെ വലത്തുകരത്താൽ കൂടുതൽ മഹത്തരങ്ങളായ കൃപകളും അനുഗ്രഹങ്ങളും അവളിൽ നിക്ഷേപിക്കാൻ പോകുകയാണ്. മനുഷ്യ അവതാരം ചെയ്യുന്ന സത്യദൈവത്തിന്റെ മാതാവും സ്വർലോകരാജ്ഞിയുമായ ഈ അത്ഭുത കന്യകയെ അവർക്കെല്ലാവർക്കും ഒരുപോലെ ദർശിക്കാൻ സാധിച്ചു. നല്ലവരായ മാലാഖമാർ ഈ ദർശനമാത്രയിൽ കുമ്പിട്ടാരാധിക്കുകയും സങ്കീർത്തനങ്ങളാൽ അവിടുത്തെ സ്തുതിക്കുകയും ചെയ്തു. ഈ ദർശനത്തിലൂടെ ലഭിച്ച ശക്തമായ ആവേശത്തോടെ അവർ മാതാവിന്റെ ബഹുമാനത്തെ കാത്തുസൂക്ഷിക്കാൻ ശ്രമം തുടങ്ങി. ഇതിനു വിരുദ്ധമായി വ്യാളിയിലും അവന്റെ പക്ഷക്കാരിലും കൊടും പകയും ദ്വേഷവും ജനിച്ചു. അപ്പോഴാണ് വെളിപ്പാടിന്റെ 12-ാം അധ്യായത്തിൽ വിവരിച്ചിരിക്കുന്ന സംഭവങ്ങൾ ഉണ്ടായത്. അവ എനിക്ക് വ്യക്തമാകപ്പെട്ട രീതിയിൽ ഞാൻ വിവരിക്കുന്നതാണ്. വെളിപ്പാട് പുസ്തകത്തിലെ പ്രസ്തുത അധ്യായത്തിന്റെ പദാനുപദ ഭാഷ്യം ഇപ്രകാരമാകുന്നു. വെളിപ്പാട് 12:1-18. 1. സ്വർഗത്തിൽ വലിയ ഒരടയാളം കാണപ്പെട്ടു. സൂര്യനെ ഉടയാടയാക്കിയ ഒരു സ്ത്രീ. അവളുടെ പാദങ്ങൾക്കടിയിൽ ചന്ദ്രൻ, ശിരസിൽ 12 നക്ഷത്രങ്ങൾ കൊണ്ടുള്ള കിരീടം. 2. അവൾ ഗർഭിണിയായിരുന്നു. പ്രസവവേദനയാൽ അവൾ നിലവിളിച്ചു. പ്രസവക്ലേശത്താൽ അവൾ ഞെരുങ്ങി. 3. സ്വർഗത്തിൽ മറ്റൊരടയാളം കൂടി കാണപ്പെട്ടു. ഇതാ അഗ്നിമയനായ ഒരു ഉഗ്രസർപ്പം. അതിന് 7 തലയും 10 കൊമ്പും, തലകളിൽ 7 കിരീടങ്ങൾ. 4. അതിന്റെ വാൽ ആകാശത്തിലെ നക്ഷത്രങ്ങളിൽ 3-1 വാരിക്കൂട്ടി ഭൂമിയിലേക്കെറിഞ്ഞു. ആ സ്ത്രീ പ്രസവിക്കുന്ന കുഞ്ഞിനെ വിഴുങ്ങാൻ സർപ്പം അവളുടെ മുൻപിൽ കാത്തുനിന്നു. 5. അവൾ ഒരു ആൺകുട്ടിയെ പ്രസവിച്ചു. സകല ജനപദങ്ങളെയും ഇരുമ്പു ദണ്ടുകൊണ്ട് ഭരിക്കാനുള്ളവനാണ് അവൻ. അവളുടെ ശിശു ദൈവത്തിന്റെയും അവിടുത്തെ സിംഹാസനത്തിന്റെയും അടുത്തേക്ക് സംവഹിക്കപ്പെട്ടു. 6. ആ സ്ത്രീ മരുഭൂമിയിലേക്ക് ഓടിപ്പോയി. അവിടെ 1260 ദിവസം അവളെ പോറ്റുന്നതിന് ദൈവം സജ്ജമാക്കിയ ഒരു സ്ഥലമുണ്ടായിരുന്നു. 7. അനന്തരം സ്വർഗത്തിൽ ഒരു യുദ്ധമുണ്ടായി. മിഖായേലും അവന്റെ ദൂതന്മാരും സർപ്പത്തോട് പോരാടി. സർപ്പവും അവന്റെ ദൂതന്മാരും എതിർത്ത് യുദ്ധം ചെയ്തു. 8. എന്നാൽ അവർ പരാജിതരായി. അതോടെ സ്വർഗത്തിൽ അവർക്ക് ഇടമില്ലാതായി. 9. ആ വലിയ സർപ്പം സർവ്വലോകത്തെയും വഞ്ചിക്കുന്ന സാത്താനെന്നും പിശാചെന്നും വിളിക്കപ്പെടുന്ന ആ പുരാതന സർപ്പം ഭൂമിയിലേക്ക് വലിച്ചെറിയപ്പെട്ടു. അവനോടുകൂടി അവന്റെ ദൂതന്മാരും. 10. സ്വർഗത്തിൽ ഒരു വലിയ സ്വരം വിളിച്ചു പറയുന്നത് ഞാൻ കേട്ടു. ഇപ്പോൾ നമ്മുടെ ദൈവത്തിന്റെ രക്ഷയും ശക്തിയും രാജ്യവും അവിടുത്തെ അഭിഷിക്തന്റെ അധികാരവും ആഗതമായിരിക്കുന്നു. എന്തെന്നാൽ നമ്മുടെ സഹോദരരെ ദുഷിക്കുകയും രാപകൽ ദൈവസമക്ഷം അവരെ പഴി പറയുകയും ചെയ്തിരുന്നവൻ വലിച്ചെറിയപ്പെട്ടു. 11. അവരാകട്ടെ കുഞ്ഞാടിന്റെ രക്തം കൊണ്ടും സ്വന്തം സാക്ഷ്യത്തിന്റെ വചനം കൊണ്ടും അവന്റെ മേൽ വിജയം നേടി. ജീവൻ നൽകാനും അവർ തയ്യാറായി. 12. അതിനാൽ സ്വർഗമേ, അതിൽ വസിക്കുന്നവരെ ആനന്ദിക്കുവിൻ. എന്നാൽ ഭൂമിയെ, സമുദ്രമേ, നിങ്ങൾക്കു ദുരിതം. ചുരുങ്ങിയ സമയമേ അവശേഷിക്കുന്നുള്ളൂ എന്നറിഞ്ഞ് അരിശം കൊണ്ട പിശാച് നിങ്ങളുടെ അടുത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്. 13. താൻ ഭൂമിയിലേക്ക് എറിയപ്പെട്ടു എന്നു കണ്ടപ്പോൾ ആൺകുട്ടിയെ പ്രസവിച്ച സ്ത്രീയെ അന്വേഷിച്ച് സർപ്പം പുറപ്പെട്ടു. 14. സർപ്പത്തിന്റെ വായിൽ നിന്ന് രക്ഷപ്പെട്ട് തന്റെ സങ്കേതമായ മരുഭൂമിയിലേക്ക് പറന്നു പോകാൻ വേണ്ടി ആ സ്ത്രീക്ക് വൻ കഴുകന്റെ 2 ചിറകുകൾ നൽകപ്പെട്ടു. സമയവും സമയങ്ങളും സമയത്തിന്റെ പകുതിയും അവൾ അവിടെ സംരക്ഷിക്കപ്പെടേണ്ടിയിരുന്നു. 15. സ്ത്രീയെ ഒഴുക്കിക്കളയാൻ സർപ്പം തന്റെ വായിൽ നിന്ന് നദി പോലെ ജലം അവളുടെ പിന്നാലെ പുറപ്പെടുവിച്ചു. 16. എന്നാൽ ഭൂമി അവളെ സഹായിച്ചു. അത് വായ് തുറന്ന് സർപ്പം വായിൽ നിന്ന് ഒഴുക്കിയ നദിയെ വിഴുങ്ങിക്കളഞ്ഞു. 17. അപ്പോൾ സർപ്പം സ്ത്രീയുടെ നേരെ കോപിച്ചു. ദൈവകൽപ്പനകൾ കാക്കുന്നവരും യേശുവിന് സാക്ഷ്യം വഹിക്കുന്നവരുമായി അവളുടെ സന്താനങ്ങളിൽ ശേഷിച്ചിരുന്നവരോട് യുദ്ധം ചെയ്യാൻ അത് പുറപ്പെട്ടു. 18. അത് സമുദ്രത്തിന്റെ മണൽത്തിട്ടയിൽ നിലയുറപ്പിച്ചു.